സത്യത്തിൽ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നോറ എടുത്ത നിലപാടിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം കേട്ടോ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. അതായത് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ചങ്കൂറ്റത്തോടെ തൻ്റെ അഭിപ്രായം എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണെങ്കിൽ കൂടി അത് പറയാനുള്ള ആർജവം നോറ കാണിച്ചു എന്നാണ് ആദ്യം തന്നെ എനിക്ക് അതിനെക്കുറിച്ച് റെസ്പോൺസ് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോറയെ സംബന്ധിച്ചിടത്തോളം നോറയുടെ മനസ്സിലെന്താണോ ആ ഇമോഷൻസ് അതാണ് നോറ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ കരുതുന്നുണ്ടോ അവിടെ ജിൻഡോയെയും ഗബ്രിയെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെന്ന്? ജിൻഡോ തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ശരണ്യുണ്ട്, അപ്സരയുണ്ട്, നോറയുണ്ട്, റസ്മിനുണ്ട്, അങ്ങനെ അവിടെയുള്ള ഒരുപാട് പേരുണ്ട്, അർജുനുണ്ട്. അവർക്കൊന്നും താല്പര്യമില്ല ജിൻഡോ തിരിച്ചു വരുന്നതിനോട്. പക്ഷെ അവരാരും തന്നെ അത് തുറന്ന് പറയുന്നേയില്ല. ഇനി എത്ര പേർക്കാണ് ഗബ്രിയെ തിരിച്ചു കൊണ്ടുവരണ്ട എന്ന് അഭിപ്രായമുള്ളത്? മുടിയന് വലിയ താല്പര്യമൊന്നുമില്ല, അൻസിബയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല, ഈ പറയുന്ന ശ്രീധുവിനും വലിയ താല്പര്യമൊന്നുമില്ല. എന്തിനേറെ പറയുന്നു, അപ്സരയ്ക്കും ശരണ്യയ്ക്കും ജാൻമണിക്കും അതുപോലെ തന്നെ അപ്പോഴവിടെ ഉണ്ടായിരുന്നു നമ്മുടെ യമുനയ്ക്ക് പോലും ഒരു താല്പര്യവുമില്ല കൊണ്ടുവരണമെന്നുള്ളത്. പക്ഷേ ഇവരാരും തുറന്നു പറയില്ല. എല്ലാവരും ഓക്കെ കൊണ്ടുവന്നോട്ടെ, വരൂ, ഒരു അവസരം കൂടി കൊടുക്കാം ലാലേട്ടാ എന്നേ പറയുള്ളൂ. അവിടെയാണ് നോറ വ്യത്യസ്തമാവുന്നത്. എന്താണോ നോറയുടെ മനസ്സിലുള്ള അവരോടുള്ള ഇമോഷൻ, അവരോട് വെറുപ്പാണ്, ദേഷ്യമാണ്, അതുകൊണ്ട് തന്നെ അവരിനി ഇവിടേക്ക് വരേണ്ടതില്ല എന്ന് തുറന്നു പറയാൻ അവിടെയുള്ള വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരേ ഒരാളെ കൈവയ്ക്കുള്ളൂ. അപ്പോൾ അത് തുറന്നു പറയാനുള്ള ഒരു ആർജവം നോറ കാണിച്ചു എന്നതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു പോസിറ്റീവ് ഫാക്ടർ. ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ വശം, അത് ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇറക്കിയ ഒരു വെറും നാടകമായിട്ട് വേണമെങ്കിൽ കാണാം. അതായത് ആരും പറയുന്നില്ല, അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ കൈവയ്ക്കിയാൽ ഉറപ്പായും ഞാൻ വ്യത്യസ്തയായി എന്ന തോന്നൽ കൊണ്ടും, പിന്നെ ഗെയിമിനെ കുറിച്ച് വളരെയധികം തിങ്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതുകയാണെങ്കിൽ തീർച്ചയായും സ്വാർത്ഥത കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ പോയി കിട്ടിയാൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ, അതുകൊണ്ട് കൂടിയാണ് നോറ കൈപൊക്കിയത് എന്ന് വേണമെങ്കിലും കരുതാം. ഇങ്ങനെ 2 വർഷം നമുക്ക് ഇക്കാര്യത്തിലുണ്ട്. അതിൽ ഞാൻ തീർച്ചയായിട്ടും നോറയുടെ ധൈര്യത്തിനോടൊപ്പമാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അവരെന്ത് ഉദ്ദേശത്തിൽ കൈപൊക്കിയതാണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും ഈ പറയുന്ന 2 പേരും പോകണമെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അവർ ഒരാളെ പുറത്താക്കിയിട്ടല്ലേ മുന്നേറാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണല്ലോ നോമിനേറ്റ് ചെയ്യുന്നത് ഓരോരുത്തരെ. അപ്പോൾ അവരൊക്കെ തന്നെ ഇവർ തിരിച്ചു വരണം, ഒരവസരം കൊടുക്കാമെന്നൊക്കെ ഒരു വിശാല മനസ്കതയോടെ പറയുമ്പോൾ അത് സത്യമല്ല എന്നുള്ളതാണ്. അവിടെ തീർച്ചയായും ഉള്ളതുപോലെ പറഞ്ഞ നോറയ്ക്കൊപ്പമാണ് എനിക്കും ഈ വിഷയത്തിൽ നിലപാടുള്ളത്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.